ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSCയിലെ അതിസങ്കീർണ ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണ്. പാളികളിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഡീകോഡിംഗ് പുരോഗമിക്കുന്നു എന്നതാണ് വിവരം. അതേസമയം നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ VSSCയിലെ ശാസ്ത്രീയ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളകൾ പഴയത് തന്നെയാണ്, പക്ഷേ പാളികളിൽ പൂശിയിരുന്ന സ്വർണത്തിന്റെ അളവിലാണ് കുറവ് വന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധന എന്നത് ഈ കേസിലെ മറ്റ് തട്ടുകളിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകാൻ വളരെ ആവശ്യമുള്ള നിർണായകമായ ഘടകങ്ങളാണ്. ഏത് നിലയ്ക്കാണ് ഈ ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുന്നത്? അതോടൊപ്പം തന്നെ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിൽ അന്വേഷണ സംഘം എത്തി ചോദ്യം ചെയ്തു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘം ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ SIT നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള വൈകലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ എത്തിച്ചതെന്നുള്ള കാര്യം ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കണം. രണ്ടാമത്തേത്, ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ഇത് രണ്ടും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, VSSCയിൽ ആദ്യഘട്ടത്തിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തമായ ഒരു മറുപടി, അതായത് പാളികൾ തിരികെ കൊണ്ടുവച്ചതിലും അതേപോലെ എത്ര സ്വർണം നഷ്ടമായി എന്നതിലും വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് ഒരു മറുപടി ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയ ശേഷം VSSCയിലെ പരിശോധന വീണ്ടും നീട്ടിയത്. കൂടുതൽ സാമ്പിളുകൾ VSSCക്ക് ഇപ്പോൾ SIT കൈമാറിയിട്ടുണ്ട്. ഈ സാമ്പിളുകളുടെ പരിശോധന ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് SITയിൽ നിന്നും VSSCയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കൂടാതെ പാളികളുടെ സാമ്പിളുകളുടെ ഡീകോഡിംഗ് തുടരുന്നതാണ് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. അത് അതിസങ്കീർണമായ പരിശോധനകളാണ്. പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അതീവ ശ്രമകരമെന്നും SIT വിശദീകരിക്കുന്നുണ്ട്. ഈ പാളികൾ, അതായത് ഈ കട്ടിളകൾ അത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ കട്ടിളകൾ തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പാക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാരണം ശാസ്ത്രജ്ഞർ നൽകിയ മൊഴി ഹൈക്കോടതിയിൽ SIT നൽകിയത് ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ്. എനിക്ക് അപ്പോഴും അവിടെയുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് കേവലം മൊഴികൾ മാത്രമാണ്, അസസ്മെന്റുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി കോടതിയിൽ ഒരു തെളിവായി അത് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനയ്ക്ക് VSSCയെ വീണ്ടും സമീപിച്ചതും വിദഗ്ധരിൽ നിന്ന് കൂടുതൽ മൊഴികൾ എടുക്കാനുള്ള നീക്കവും ഇപ്പോൾ SIT നടത്തുന്നത്. ഏതായാലും കോടതിയിലേക്ക് ഇക്കാര്യങ്ങൾ കുറ്റപത്രമായി അതിവേഗത്തിൽ പോയില്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്നുള്ള കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് VSSCയിലെ പരിശോധന നടപടികൾ വേഗത്തിലാക്കാനുള്ള SITയുടെ നീക്കവും. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിന് SITക്ക് എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ നിരത്താനുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് കോടതി ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അതെങ്ങനെ വേണം എന്ന കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും കുറ്റപത്രം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ വൈകൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു സാധൂകരണം, ഒരു നീതീകരണം ഈ കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നതിന് SITക്ക് നിരത്താനുണ്ടോ ഷഫീദ്? SIT കേന്ദ്രങ്ങളിൽ നിന്ന് കുറ്റപത്രം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം അത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്. കാരണം ഈ കേസിന് ഇതുവരെയും തെളിവുകളുടെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണങ്ങൾ തൊണ്ടി മുതൽ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കടമ്പ. അത് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, ശബരിമലയിൽ നിലവിൽ തിരിച്ചെത്തിയ പാളികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയാണ്. അക്കാര്യത്തിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവ്, ശാസ്ത്രീയമായിട്ടുള്ള വ്യക്തത, ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെയും SITക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്നുള്ളതാണ് SIT വൃത്തങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു വിവരം. ഏതായാലും അത് അവരെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്, വലിയ സമ്മർദ്ദമാണ്. കൂടുതൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിലേക്കുള്ള വഴി ഇനിയും കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഒരുങ്ങുകയും ചെയ്യും. അതിനിടെയാണ് മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ജയറാമിന്റെ ചോദ്യം ചെയ്യലാണ്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിന്റെ CDR പരിശോധിച്ചതിൽ നിന്ന് ചില VIP-കളുടെ അടക്കം വിവരങ്ങൾ അത് SIT ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിനെ 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക വിവരശേഖരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് ജയറാം SITയോടും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന കാര്യം. അതിൽ പറയുന്നത്, അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്നപ്പോൾ, കട്ടിടപ്പാളികൾ പൂജ ചെയ്തപ്പോൾ ക്ഷണിച്ചത് പ്രകാരം താൻ അവിടേക്ക് പോയിരുന്നു. രണ്ടാമത്തേത്, ദ്വാരപാലക പീഠങ്ങളിലെ ശില്പപാളികൾ വീട്ടിലേക്ക് എത്തി പൂജിച്ചത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. താനൊരു കടുത്ത ശബരിമല വിശ്വാസിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളതും ആ രീതിയിൽ തന്നെയാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ തട്ടിപ്പ് വിവരങ്ങളെക്കുറിച്ചോ തനിക്ക് യാതൊരു വിവരവും അറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തവണ ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിൽ വന്നിട്ടുണ്ട് എന്ന ഒരു മൊഴി ജയറാം നൽകിയതായി അറിയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും?
അജിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമലയിലെ സ്ഥിരമായി എത്തുന്ന ഒരു വിശ്വാസി എന്ന രീതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. പിന്നീടാണ് അദ്ദേഹം ബാംഗ്ലൂരും ചെന്നൈ എന്നിവിടങ്ങളിലേക്കൊക്കെ വരാറുണ്ട് എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ വിശ്വാസി എന്ന രീതിയിൽ ആരാധന തോന്നി ഈ പറയുന്ന അയ്യപ്പ വിശ്വാസം അതടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ സാമ്പത്തിക വിവരങ്ങളോ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ തനിക്ക് അറിയില്ല എന്നുള്ള മൊഴിയാണ് ജയറാം ഇപ്പോൾ SITക്ക് നൽകിയത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന്, ശാസ്ത്രീയ പരിശോധന VSSCയിലെ ശാസ്ത്രജ്ഞർ നടത്തുന്നു. കട്ടിളപ്പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ വരാൻ പോകുന്നത് ഈ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഇന്നുണ്ടായിരിക്കുന്നത് നടൻ ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി SIT ചോദ്യം ചെയ്തു എന്നതാണ്. 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളായിരുന്നു SIT അന്വേഷിച്ചത്. എന്നാൽ ഒരു ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതും പോറ്റിയുമായി അടുത്തതും. നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഒക്കെ ശബരിമലയിലെ ദർശനവും അതോടൊപ്പം പൂജാകർമ്മങ്ങളും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ജയറാം SIT അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.